ഹായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഫ്രൈഡേ ഹാഫ് ഡേ റുട്ടീനാണെന്ന് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലോ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടെറസിലേക്കൊന്ന് കയറിയിട്ടുണ്ട്. ആമി രാവിലെ സ്കൂളിലൊക്കെ പോയതിന് ശേഷമാണ് ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ടെറസിലേക്ക് വന്നപ്പോഴത്തേനും നമ്മുടെ 10 മണിയൊക്കെ നന്നായിട്ട് തന്നെ പൂക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പുതിയ ചെടികളൊക്കെ വളർന്നിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, നമ്മുടെ ഇൻട്രോ വീഡിയോയിൽ നമ്മുടെ ചെടികളൊക്കെ കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ ചെടികളൊക്കെ എടുത്ത് കളഞ്ഞു, നശിച്ചു പോയിട്ടുള്ളതൊക്കെ. പിന്നെ ഞാൻ കുറച്ച് തക്കാളിയുടെ വിത്തൊന്ന് പാകിയിടാമെന്ന് വിചാരിച്ചു. ഞാൻ ഇങ്ങനെയാണ് തക്കാളിയുടെ വിത്ത് എടുക്കുന്നത്. ഒരു നന്നായിട്ട് പഴുത്ത തക്കാളി എടുത്തിട്ട് ഇതുപോലെ മണ്ണിലേക്ക് ഒന്ന് പ്രസ് ചെയ്ത് ഇങ്ങനെ കൊടുക്കുമ്പോഴത്തേനും അതിൻ്റെ വിത്തെല്ലാം കിട്ടും. എന്നിട്ട് കുറച്ച് മണ്ണിങ്ങനെ മേലേക്ക് മൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ടെറസിലുള്ള പാവയ്ക്ക ഒന്ന് നന്നായിട്ട് വളർന്നിട്ടുണ്ട്. അപ്പോൾ വിളഞ്ഞിട്ടുള്ള പാവയ്ക്ക എടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു പാവയ്ക്ക എന്ന് പറയുന്നത് ഞാൻ വിത്തിന് വേണ്ടിയിട്ട് നിർത്തിയിരിക്കുന്നതാണ്. അപ്പോൾ മഞ്ഞ കളറായിട്ടുണ്ട്. പിന്നെ ഈ ഒരു തെറ്റിയൊക്കെ നന്നായിട്ട് പൂത്തിട്ടുണ്ട്. അപ്പോൾ ടെറസിൻ്റെ മേലേക്ക് രാവിലെ ഞാനിങ്ങനെ വരാറുണ്ട്. ആമി സ്കൂളിൽ പോകുന്നതിന് മുന്നേ ആണെങ്കിൽ ഹസ്ബൻഡായിരിക്കും വന്ന് ഒഴിക്കുന്നത് വെള്ളമൊക്കെ. ഞാനാണെന്നുണ്ടെങ്കിൽ പിന്നീടായിരിക്കുള്ളൂ വരുന്നത്. കാരണം എനിക്ക് സമയം കിട്ടത്തില്ല രാവിലെ കിച്ചണിലെ കാര്യങ്ങളും എല്ലാം കൂടി. നമ്മുടെ 10 മണിയുടെ സീസണാണ് ഇപ്പോൾ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെയിലുള്ള സമയത്താണല്ലോ നമ്മുടെ 10 മണിയൊക്കെ നന്നായിട്ട് പൂക്കുന്നത്. അങ്ങനെ ചെടിക്കൊക്കെ വെള്ളമൊക്കെ ഒഴിച്ചതിന് ശേഷം ഞാൻ താഴേക്ക് വന്നു. പിന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റവ് ഒരുപാട് നാളായി കഴുകിയിട്ട്, അപ്പോൾ നല്ലോണം ഒന്ന് കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ എന്തായാലും ഉടനെ ഞാൻ കുക്കിംഗ് ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ അതിന് മുന്നേ തന്നെ ഇതൊന്ന് കഴുകി ഒന്ന് തുടച്ചെടുക്കാമെന്ന് ഓർത്തു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്യാസ് സ്റ്റവ് ഒരുപാട് നാൾ നന്നായിട്ടിരിക്കും. പ്രത്യേകിച്ച് ഈ ഒരു ഗ്ലാസ് ടോപ്പും കൂടി ആയതുകൊണ്ടില്ലേ പെട്ടെന്ന് തന്നെ അഴുക്ക് പിടിക്കും. പിന്നെ ഞാൻ കുറച്ച് വിം ജെല്ലിൽ ഒരു സ്ക്രബ്ബർ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്തതിന് ശേഷം ഒന്ന് തുടച്ചെടുക്കുകയാണ് ചെയ്തത്. പിന്നെ അതിലിരിക്കുന്ന റിങ്ങും അതിൻ്റെ സ്റ്റാൻഡും ബാക്കി കാര്യങ്ങളും അതെല്ലാം എടുത്ത് നേരത്തെ തന്നെ ഞാൻ വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പും കൂടി ഒന്ന് കഴുകിയെടുത്തു, ഒന്ന് നന്നായിട്ടൊന്ന് തുടച്ചെടുത്തു. അപ്പോൾ ഞാൻ മിക്കവാറും ഇങ്ങനെ ഡീപ്പ് ക്ലീനിങ് ഒക്കെ ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ അധികം അങ്ങനെ അഴുക്കൊന്നും പറ്റിയിട്ടില്ല. പിന്നെ ഇതിലിരിക്കുന്ന കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തൊന്ന് മാറ്റാമെന്ന് ഓർത്തു. അപ്പോൾ ഈ ഒരു കോർണറിലിരിക്കുന്ന ഈ ഒരു സ്റ്റാൻഡില്ലേ, ഇത് നമ്മുടെ മെയിൻ ഷെൽഫിലേക്ക് മാറ്റാമെന്ന് വിചാരിച്ചു. കാരണം എല്ലാം കൂടി ഇങ്ങനെ ആകെ ഇങ്ങനെ മെസ്സിയായിട്ട് കിടക്കുന്ന പോലെ എനിക്കൊരു തോന്നലുണ്ടായി. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കിച്ചൺ കൗണ്ടർ ടോപ്പ് ഇങ്ങനെ ഞാൻ മാറ്റി ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു ചെറിയൊരു ഷെൽഫാണ് നമ്മുടെ കിച്ചണിലുള്ളത്. അപ്പോൾ അതിലേക്കൊന്ന് വെച്ചിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ കിച്ചൺ നോൺ മോഡുലാർ കിച്ചൺ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഷെൽഫുകളിലൊന്നും അടപ്പൊന്നുമില്ല. മാത്രമല്ല എല്ലാം ഇങ്ങനെ ഓപ്പണായിട്ട് കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കുള്ള സ്ഥലത്ത് മാത്രമേ എല്ലാം കൂടി വെക്കാനും പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ എന്തായാലും കൗണ്ടർ ടോപ്പിലിരിക്കുന്ന ആ ഒരു ഷെൽഫ് എടുത്ത് മാറ്റാമെന്ന് ഓർത്തു. ഇപ്പോൾ തന്നെ ഓൾറെഡി ഒരുപാട് സാധനങ്ങൾ ഇരിപ്പുണ്ട്. എന്നാലും ആ ഒരു കോർണർ സ്റ്റാൻഡ് അവിടെ നിന്നെടുത്തൊന്ന് മാറ്റാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തതാണ്. അപ്പോൾ ആകെ നമ്മുടെ കിച്ചണിൽ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഇങ്ങനെ വരുത്താറുണ്ട്. മാക്സിമം ഒരു മാസത്തിൽ കൂടുതൽ അങ്ങനെ വെച്ചേക്കാറില്ല. എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഒക്കെ വയ്ക്കാറുണ്ട്. അപ്പോൾ കിച്ചണൊക്കെ നന്നായിട്ടൊന്ന് തുടച്ചെടുത്തു. അതിനുശേഷം പിന്നെ പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷമുള്ള പാത്രങ്ങളാണ്. അതൊക്കെ ഒന്ന് കഴുകിയെടുത്തു. പിന്നെ എനിക്ക് ഏറ്റവും മടിയുള്ള കാര്യം എന്ന് പറയുന്നത് തന്നെ ഈ ഒരു പാത്രം കഴുകലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമില്ലാത്ത ജോലി എന്നുള്ളത് ഒന്ന് നമ്മുടെ കമൻറ്റിൽ ഇട്ടിരുന്നാൽ മതി. പിന്നെ കൈയോടെ തന്നെ സിങ്കും എല്ലാം ഒന്ന് കഴുകി വെച്ചു. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ സ്റ്റൗവിലിരിക്കുന്ന സ്റ്റാൻഡും ആ ഒരു സംഭവം റിങ് അതെല്ലാം കൂടി ഒന്ന് കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉപയോഗം കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ അയൺ പാത്രങ്ങൾ ഞാനൊന്ന് സീസൺ ചെയ്ത് വെക്കും. കഴുകിയതിന് ശേഷം നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഇതുപോലെ എന്തെങ്കിലും ഒരു ഓയിൽ, ഞാനിപ്പോൾ നല്ലെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്, എന്നിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് എടുത്ത് വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴത്തേനും ഒരുപാട് നാൾ കേടാകാതിരിക്കും. പിന്നെ കൈമാ റൈസൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് തട്ടി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഞാനൊരു ബിരിയാണി ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ലഞ്ചിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ രാവിലെ ആമിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് കൊടുത്തു. അതിനുശേഷം അവൾക്ക് ഇന്ന് ഉച്ചവരെ ക്ലാസ് ഉള്ളു കേട്ടോ ഇന്ന്. അതുകൊണ്ട് അവൾ വരുമ്പോഴത്തേനും കഴിക്കാൻ കൊടുക്കാമല്ലോ എന്ന് ഓർത്തിട്ട് സോയ ചങ്ക്സ് ബിരിയാണി ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം സോയ ചങ്ക്സ് ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തു. ഇത് നന്നായിട്ട് സോഫ്റ്റായിട്ട് വരണം. അപ്പോൾ അത് മാത്രമല്ല നന്നായിട്ട് 2-3 വെള്ളത്തിലൊന്ന് കഴുകി എടുക്കുകയും വേണം. ഇതിനിടയിൽ ഞാൻ തക്കാളിയും സവാളയൊക്കെ കട്ട് ചെയ്തെടുത്തു നമ്മുടെ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ചെന്നൈ സ്റ്റൈൽ ബിരിയാണിയാണ് വെക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ ഒരു ബിരിയാണി വെക്കാനാണ് അറിയാവുന്നത്. നമ്മുടെ നാട്ടിലെ ബിരിയാണി ഞാൻ അങ്ങനെ അധികം ട്രൈ ചെയ്തിട്ടുമില്ല.
അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് പറയാം. കുക്കർ നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം, ഇപ്പോൾ നമ്മളിന്നിപ്പോൾ കുക്കറിലാണ് ചെയ്യാനായിട്ട് പോകുന്നത്. കുക്കർ നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് മുഴുവൻ മസാലാസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പട്ട, ഏലക്ക, ഗ്രാമ്പു, സ്റ്റാർ പൂവ്, പിന്നെ പെരുംജീരകം, നല്ല ജീരകം, പിന്നെ കുറച്ച് കുരുമുളക് ഇങ്ങനെ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ അതിനുശേഷം ഒരു പകുതി സവാള ഇങ്ങനെ സ്ലൈസ് ചെയ്തെടുത്തത് ഒന്ന് ചേർത്ത് കൊടുത്തു. നല്ല ഫൈനായിട്ട് സ്ലൈസ് ചെയ്തതാണ്. അപ്പോൾ ഇതൊന്ന് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതിനിടയിൽ നമ്മുടെ മസാല ബോക്സസ് ഒക്കെ എടുത്തിട്ട് അതാത് സ്ഥാനത്ത് വെച്ചു. പിന്നെ 1 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു. പിന്നെ എണ്ണ കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും റിഫൈൻഡ് ഓയിലാണ് ഒഴിക്കേണ്ടത്. വെളിച്ചെണ്ണയിൽ ഞാനങ്ങനെ ഇത് ബിരിയാണി ചെയ്യാറില്ല. പിന്നെ ഒരു പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തു. പിന്നെ ഇതിലേക്ക് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് പറയുന്നത് സവാള നന്നായിട്ട് വഴറ്റിയതിന് ശേഷം മാത്രമാണ് ചേർക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണോളം മുളക് പൊടി, എരിവുള്ള മുളക് പൊടി, പിന്നെ 1 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി, പിന്നെ 1 ടീസ്പൂണോളം പെരുംജീരകം പൊടിച്ചത്, ഇല്ലാന്നുണ്ടെങ്കിൽ ഗരം മസാല, ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പച്ചമണം പോകുന്നവരെ വഴറ്റിയതിന് ശേഷം പിന്നെ തക്കാളിയും തൈരും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു. പിന്നെ ഇതിന് ടേസ്റ്റ് കൂട്ടാനായിട്ട് കുറച്ച് പുതിനയിലയും മല്ലിയിലയും കൂടി ചേർത്തു. അതിനുശേഷം നമ്മുടെ സോയ ഉണ്ടല്ലോ, അത് നന്നായിട്ട് നല്ലൊരു വെള്ളത്തിൽ കഴുകിയതിന് ശേഷം അതിൻ്റെ വെള്ളമൊക്കെ എക്സ്ക്യൂസ് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. നല്ലോണം ഒന്ന് മസാലയൊന്ന് വഴറ്റിയെടുത്തിട്ട് ഒരു 10 മിനിറ്റോളം ഇതൊന്ന് ഇങ്ങനെ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് നമ്മൾ അരി ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ കൈമ റൈസ് 1 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് ഇതിൻ്റെ കറക്റ്റ് അളവ്. ഞാനിപ്പോൾ 2 ഗ്ലാസ് ചേർത്ത് കൊടുത്തു. ഇനി നന്നായിട്ട് ഉപ്പൊക്കെ ഇട്ടതിന് ശേഷം അല്പം ഉപ്പ് മുന്നിൽ തന്നെ നിൽക്കണം, ആ രീതിയിൽ ഇട്ട് കൊടുക്കുക. കാരണം ഇതിൽ അരിയൊക്കെ നന്നായിട്ട് വെന്ത് വരുമ്പോഴത്തേനും ഉപ്പ് കറക്റ്റായിട്ട് പാകാവുന്നതിന് വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ കുക്കർ അടച്ചു വേവിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഒരു വിസിൽ കേൾപ്പിക്കും. രണ്ടാമത്തെ വിസിൽ തുടങ്ങുന്നതിന് മുന്നേ തന്നെ അതൊന്ന് ഓഫ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഞാനിതിന് വേണ്ടിയിട്ടുള്ള സലാഡിന് വേണ്ടിയിട്ടുള്ള സവാളയും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ഞാൻ ഓൾറെഡി സ്ലൈസ് ചെയ്ത് വെച്ചിരുന്ന ഒരു സവാള ഉണ്ടല്ലോ, അതിൻ്റെ പകുതിയാണ്. പിന്നെ ഒരു പച്ചമുളകും കൂടി ചേർത്തു. പിന്നെ ഇതിലേക്ക് കുറച്ച് തൈരാണ് ഒഴിച്ചു കൊടുത്തത്, ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഞങ്ങൾ ഇവിടുത്തെ സലാഡ് വയ്ക്കുന്നത്. ഈ ഒരു ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ളത് തക്കാളിയൊന്നും ചേർക്കത്തില്ല. അപ്പോൾ നമ്മുടെ സലാഡും തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലഞ്ചും തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുക്കർ ഓപ്പൺ ചെയ്തപ്പോഴത്തേനും പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇതിനിടയിൽ ആമിയും സ്കൂൾ വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവൾ വന്നപ്പോഴത്തേനും എൻ്റെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആമിക്ക് ഏറ്റവും ഫേവറേറ്റ് ആണ് ഈ ഒരു സോയ ചങ്ക്സ് ബിരിയാണി. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, നല്ല ടേസ്റ്റാണ്. ഇതിനോടൊപ്പം പപ്പടവും അച്ചാറും ഒക്കെ ചേർത്ത് കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ്. ഞാനിപ്പോൾ സലാഡ് മാത്രമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ആമി വന്നതിന് ശേഷം ഞാൻ ബിരിയാണി കൊടുത്തു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. അപ്പോൾ പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.